ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള, വളരെ സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. ഏത് സമയത്തും നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുവന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. കൂടെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി, എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇഡ്ഡലി മാവോ ദോശ മാവോ അങ്ങനെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് വെക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. ഈ ദോശ മാവൊന്നും പുളിക്കാൻ വെക്കുന്ന അത്രയും ടൈമോ അങ്ങനെ ഒന്നും ഇല്ലാതെ ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഗോതമ്പ് മാവാണ്. ഞാനിപ്പോൾ 1 കപ്പ് അളവിൽ ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 2 മുട്ടയാണ്. പിന്നെ വേണ്ടത് കുറച്ച് സവാളയാണ്. സവാള എന്ന് വെച്ചാൽ ഒരു വലിയ സവാളയുടെ പകുതി എടുത്തിട്ടുള്ളൂ, വളരെ കുറച്ച് മാത്രം. അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതും ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തതാണ്. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് മല്ലിയില കൂടിയാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്. പിന്നെ ഒരു 2 പച്ചമുളക്. ഇത് ഇത്രയുമാണ് നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത്. ഇനി നമുക്ക് ഒരു ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടി ഒരു ബൗളിലേക്ക് മാറ്റാം. ഒരു ബൗളിലേക്ക് നമുക്ക് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 200 ഗ്രാം ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കൂടെ ബാക്കി ചേരുവകളൊക്കെ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് 2 മുട്ടയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. കൂടെ തന്നെ അതുപോലെ 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി കൂടി. പിന്നെ ഇതിന് ഇത്രയും മാവിനും ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ നമ്മുടെ ദോശയുടെ ബാറ്ററൊക്കെ നമ്മൾ തയ്യാറാക്കി എടുക്കില്ലേ, ആ ഒരു രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നതാണ്. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ വീട്ടിൽ മിക്കവാറും എപ്പോഴും ഉള്ളതാണ്. അപ്പോൾ കുറച്ച് വെള്ളമെല്ലാം ചേർത്തിട്ട് ഞാനിപ്പോൾ നമ്മുടെ ബാറ്റർ നല്ല സൂപ്പറായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. നല്ല തിക്കായിട്ട് പോകാൻ പാടില്ല, എങ്കിൽ നമുക്കിത് ദോശക്കല്ലിലേക്ക് ഒഴിക്കുമ്പോഴത്തേക്കും നല്ല കട്ടിയായിട്ട് പോകും. അതിൻ്റെ പേരിൽ ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് എടുക്കാനായിട്ട്. അതായത് എല്ലാ വെജിറ്റബിൾസും ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ കിടക്കണം. നമ്മളിതിലേക്ക് മുട്ടയൊക്കെ ചേർത്തിരിക്കുന്നതിൻ്റെ പേരിൽ ആ മുട്ടയുടെ മണോ അങ്ങനെ ഒന്നും നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കില്ല. കാരണം നമ്മളിതിലേക്ക് ഇഞ്ചിയും മല്ലിയിലൊക്കെ ചേർത്തിട്ടുള്ളതിൻ്റെ പേരിൽ അതൊക്കെ കറക്റ്റായിട്ടാണ് ഇതുണ്ടാവുക. ഇനി ഇത് പുളിക്കാനോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ നമുക്ക് ദോശക്കല്ലിലേക്ക് ഒഴിച്ചിട്ട് ചുട്ടെടുക്കാം. എന്നാൽ ശരി, നമുക്കിനി ഇത് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ ദോശക്കല്ലിപ്പോൾ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരല്പം ഓയിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ സാധാരണ ദോശ ചുടുന്നത് ആ ഒരു രീതിയിൽ ചുട്ടെടുത്താൽ മതിയാവും. പക്ഷെ നമുക്കിത് നല്ല തിന്നായിട്ട് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം നമ്മളിതിലേക്ക് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിരിക്കുന്നതിൻ്റെ പേരിൽ കുറച്ച് കട്ടിയായിട്ട് മാത്രമേ നമുക്ക് ദോശ ചുട്ടെടുക്കാൻ പറ്റുള്ളൂ, സാധാരണ നോർമലായിട്ട്. ഇപ്പോൾ ദോശക്കല്ലിൻ്റെ അടിക്ക് പിടിക്കുക അങ്ങനെ ഒന്നും ചെയ്യാതെ പെട്ടെന്ന് തന്നെ സ്മൂത്തായിട്ട് ഇത് ഇളകി വരും. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശയാണ്. നമ്മളിത് ഗോതമ്പ് മാവിലാണ് തയ്യാറാക്കി എടുത്തതെന്ന് ആര് കഴിച്ചാലും പറയേയില്ല. ഒരു ലൈറ്റ് യെല്ലോയിഷ് കളറിലാണ് നമ്മുടെ ഈ ദോശ ഉള്ളത്. ഒരുപാട് ഇഷ്ടമാവും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും. അവർക്കിപ്പോൾ ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനാണെങ്കിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാനൊക്കെ എളുപ്പത്തിൽ നമുക്കിത് പറ്റുന്നതാണ്. അപ്പോൾ ദോശ മാവില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിന്ന് ദോശയും ചുടാതിരിക്കേണ്ട. ഈസി ആയിട്ട് നമുക്കിതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് തേങ്ങാ ചമ്മന്തിയാണ്. വെള്ള തേങ്ങാ ചമ്മന്തി ഉണ്ടല്ലോ, നമ്മൾ ഈ പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ട് വെക്കുന്നത്, ആ തേങ്ങാ ചമ്മന്തിയാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്, കട്ടിക്ക് വെക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇത് നല്ലതുപോലെ ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇത് ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഞാൻ നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.